ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ഉത്തരം ഥാർ മരുഭൂമി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം സി രാജഗോപാലാചാരി. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. 11 ദേശീയ ഉദ്യാനങ്ങളാണ് ഇവിടെ ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിളിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഏണസ്റ്റ് ബാർക്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം നെപ്റ്റ്യൂൺ. ഉത്തരമഹാസമതല പ്രദേശത്തെ പ്രധാന മണ്ണിനം ഏതാണ്? ഉത്തരം എക്കൽ മണ്ണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഉത്തരം അമേരിക്ക. അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം കാറ്റിൻ്റെ വേഗത അളക്കാൻ. ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖയുടെ പേര് എന്താണ്? ഉത്തരം ഭൂമധ്യരേഖ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 1992 നടന്ന ആദ്യ ഭൗമ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു? ഉത്തരം റിയോ ഡി ജനീറോ. സമുദ്രതീരങ്ങളിലും നദീമുഖങ്ങളിലും കരയിടിച്ചിലിന് ചെറുക്കുന്ന സസ്യജാലങ്ങളുടെ പേര് എന്താണ്? ഉത്തരം കണ്ടൽക്കാടുകൾ. രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? ഉത്തരം ലൂണി. കേരളത്തിലെ ഏത് ജില്ലയാണ് കർണാടകം, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്? ഉത്തരം വയനാട്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏത്? ഉത്തരം മാർത്താണ്ഡവർമ്മ. ദൈവദശകം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. രാജ്ഭവൻ ആരുടെ ഔദ്യോഗിക വസതിയാണ്? ഉത്തരം സംസ്ഥാന ഗവർണർ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തരം നെതർലാൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രതിരോധ മന്ത്രി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ഉത്തരം 1936. മൗര്യ സമാജത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? ഉത്തരം പാടലീപുത്രം. കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആരായിരുന്നു? ഉത്തരം അലാവുദ്ദീൻ ഖിൽജി. ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ മാഗ്ന എന്ന് വിശേഷിപ്പിക്കുന്ന സംഭവം ഏതാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ചരിത്രപ്രധാനമായ സംഭവം ഏതാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തെ എന്തു വിളിക്കുന്നു? ഉത്തരം ആലിപ്പഴ വീഴ്ച.
ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ഉത്തരം ആനമുടി. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ജോഹന്നാസ് ഗുട്ടൻബർഗ്. ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആപ്പിൻ്റെ ആകൃതിയിലുള്ളത്. ആദ്യം കണ്ടെത്തിയ സിന്ധുനദീതട സംസ്കാര കേന്ദ്രം ഏതാണ്? ഉത്തരം ഹാരപ്പ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കാൾ മാർക്സ്. കേരളം ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം എന്നാണ്? ഉത്തരം 1967. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം അൽഫോൺസാമ. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന പരാമർശമുള്ള വേദം ഏതാണ്? ഉത്തരം അഥർവവേദം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏത്? ഉത്തരം 1888. വിവിധ സൂഫി വിഭാഗങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സിൽസിലകൾ. ശുദ്ധാശുദ്ധം എന്ന ആശയം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ജാതി വ്യവസ്ഥ. ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം രാഷ്ട്രപതി. സർവരാഷ്ട്ര സഖ്യം രൂപീകരിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം വുഡ്രോ വിൽസൺ. ഇന്ത്യയിൽ ഒന്നാം ഭരണഘടനാ ഭേദഗതി നടന്ന വർഷം എന്നാണ്? ഉത്തരം 1951. ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണ്? ഉത്തരം നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ്? ഉത്തരം 1950 ജനുവരി 26. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1955. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായ കൽക്കത്ത സർവകലാശാല സ്ഥാപിച്ച വർഷം എന്നാണ്? ഉത്തരം 1857. സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അഗസ്റ്റേ കോംതെ. ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗോവ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗുജറാത്ത്. അപസംസ്കൃതവൽക്കരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഉത്തരം എം.എൻ. ശ്രീനിവാസൻ. ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം ഏതാണ്? ഉത്തരം തായ്വാൻ. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ്? ഉത്തരം കൽപ്പന 1. ഇതിനെ മെറ്റ്സാറ്റ് 1 എന്ന് വിളിക്കുന്നു. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത്? ഉത്തരം മലമ്പുഴ. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശങ്കരാചാര്യർ. ഭൗമദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ഉത്തരം നവംബർ 12. ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്.
ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 22. പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 28. ഓസോൺ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. 2025 ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 79. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ദ്രൗപദി മുർമു. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 10. സാമൂഹ്യശാസ്ത്ര ക്വിസിൻ്റെ പാർട്ട് 2 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂട്ടുകാർ കാത്തിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം.